നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ദാ ഒരു പോസ്റ്റ് കണ്ടോ? ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ നോക്കാതെ തല്ലുന്നതാണ്. അടിയിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാകുന്നതല്ല. ചോദിക്കാൻ വരുന്നവർക്കും അടി കിട്ടും, പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. വളരെ നല്ല ഒരു പോസ്റ്റാണ്, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു പോസ്റ്റാണ്. പക്ഷേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടക്കുന്ന ലഹരി ഉപയോഗങ്ങൾ പോലീസ് പിടിച്ചാൽ നിങ്ങളിൽ എത്ര രാഷ്ട്രീയ പ്രവർത്തകർ അവർക്ക് വേണ്ടി വിളിച്ചിട്ട് ഇല്ല എന്ന് പറയാമോ? ഞാൻ പല സ്റ്റേഷനുകളിലും കയറി ഇറങ്ങി നടന്ന ഒരു മനുഷ്യനാണ്. പല പൊതുവിഷയങ്ങളും ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്റ്റേഷനുകളിലും പരാതി കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുമുണ്ട്. നിങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ എത്ര പേർക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന പലർക്ക് വേണ്ടിയിട്ടും പല സ്റ്റേഷനുകളിലും വിളിച്ചിട്ടില്ലേ? അത് നിങ്ങൾ വിളിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യാനായിട്ട്? ജനം നന്നായാൽ മാത്രം പോരല്ലോ, രാഷ്ട്രീയ പാർട്ടികളും നന്നാവണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരെ വിളിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇനി മുതൽ മെമ്പർഷിപ്പ് നൽകില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ ഉപയോഗിക്കുന്നവരെയോ ഇനി മുതൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം തരുന്നതല്ല എന്ന് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? അല്ലാതെ ഇങ്ങനെ എൻ്റെ പുറകിൽ കാണുന്ന ഇതേപോലെ ഒരു പോസ്റ്റ് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ആദ്യം നന്നാവേണ്ടത് ജനസേവനത്തിന് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അവർ നന്നാവാതെ ബാക്കി ആര് നന്നായിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ പോലീസിനെ പിടിച്ചേൽപ്പിച്ചു, ആ സ്പോട്ടിൽ സ്റ്റേഷനിലേക്ക് വിളിയല്ലും രാഷ്ട്രീയ പാർട്ടികളുടെ, അത് നമ്മുടെ ഇന്ന ആളാണ് കേട്ടോ, അത് വിട്ടേക്കണം, അല്ലെങ്കിൽ വലിയ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൈകാര്യം ചെയ്യുന്ന പലർക്കും കോൾ എന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതേപോലെ ഒരു ബോർഡ് വെച്ചാൽ മാത്രം പോരാ. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ലഹരി ഉപയോഗിക്കുന്ന പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ചങ്കുറപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.